ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടാക്കോ റേജ്. ഈ സാധനങ്ങളെ കൊണ്ടുവരാൻ പറ്റും പാടെൻ്റെ മുന്നോ. അതായത് ഗൈസ്, ഞാൻ ഇതെല്ലാം എടുത്ത് ഈ സംഭവം ഈ 3 എടുത്ത് വണ്ടിക്കകത്ത് ഈ ബാഗ് ഉണ്ടല്ലോ, ബാഗിനകത്ത് എടുത്തിട്ടു ഈ സാധനത്തെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കാല് രണ്ടും ആ സൈഡിൽ ഈ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചോണ്ട് സത്യം പറഞ്ഞാൽ തവളെ കണക്കാണ് വണ്ടി പിടിച്ചോണ്ട് തോന്നുന്നു. ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കും അത്ഭുതം, എന്തൊരു സാധനം ഇരുന്ന് വരുന്നത് വണ്ടിക്കകത്ത്. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഈ ഹെഡ്ലൈറ്റിൻ്റെ തമ്മിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹെഡ്ലൈറ്റിൻ്റെ ഹിസ്റ്ററി പറഞ്ഞതിന് ശേഷം ബാക്കിയെല്ലാം സിമ്പിൾ കാര്യമാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ആ റൗണ്ട് ഹെഡ്ലൈറ്റും പിന്നെ സ്പീഡോമീറ്ററും ആയിരുന്നു ഇരുന്നത്. ആ റൗണ്ട് ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ അത്ര തരത്തിലാണ് വണ്ടിക്ക് ഒറിജിനൽ തന്നെ വേണമെന്ന് എനിക്ക് തോന്നി. എല്ലാവരും പറഞ്ഞ നല്ല രസമുണ്ട്, മാറ്റണ്ട, കാരണം പഴയ വണ്ടിക്കാണ് നല്ലത്. കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫുള്ള് തള്ളിയിരിക്കുന്ന ടൈപ്പ് മോഡൽ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ സാധനം വേണമെന്ന് അപ്പോൾ ഞാൻ ഒരു ദിവസം 2 കൽപ്പിച്ച് കൊല്ലത്ത് പോയി സാധനം മേടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണ് ഈ ഒരു സാധനം. ഇത് സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലാസ്സാണ് ഫിറ്റ് ചെയ്യാൻ. അത് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് വൈസർ ബെഡ് അതിൽ കമ്പിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വൈസർ ബെഡ് എന്നുള്ള സാധനം ഇത് ഇരിക്കുന്ന സാധനം അത് തപ്പി ഞാൻ അവിടെ കൊല്ലം വരെ ആവശ്യത്തിന് പോയത്. അപ്പോൾ പറഞ്ഞാൽ സെറ്റാക്കി വെച്ചിരുന്നു പുള്ളി സ്റ്റാർ സിറ്റി വെള്ളം അവർ പൊളിക്കുന്ന കൂട്ടത്തിലാണ് വെള്ളം ഒരു വലിയ ഗോഡൗൺ അത് വിളിച്ചു. അതായത് സാധനം കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം വലിയ സന്തോഷത്തിരിക്കുകയാണ് ഞാൻ. കുറച്ച് നേരം അതായത് പുള്ളി അത് പൊളിക്കാരുടെ അടുത്ത് തിരിച്ച് നോക്കിയപ്പോഴും കണ്ട് അത് പൊടിഞ്ഞു പോയി. അങ്ങനെ പുള്ളിക്കാരെ വിളിച്ച് പറഞ്ഞാൽ അത് ഇപ്പോൾ എടുത്ത് നോക്കി സാധനം കിട്ടിയ പക്ഷേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും മൊത്തം പൊടിഞ്ഞു പോയെന്ന് പറഞ്ഞു. അതായത് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ആ പ്രതീക്ഷ അവിടെ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ പലരിൽ നിന്ന് കേട്ട ഒരു വാക്കാണ് അടൂര് പോ. അതായത് ഒരു ദിവസം ഞാൻ അടൂര് 2 കൽപ്പിച്ചങ്ങ് വിട്ട്. അങ്ങനെ ആ അടൂര് പോയി എടുത്തുകൊണ്ട് വന്ന ഗ്രില്ലാണ്. പക്ഷേ ഈ ഗ്രില്ലും ഇതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാരണം ഈ ഗ്രില്ല് എടുക്കുമ്പോൾ പുള്ളിക്കാരൻ എല്ലാം റൗണ്ട് ചെയ്ത് പറഞ്ഞ അവസാനം പുള്ളിക്കാരൻ എന്നെ കൊണ്ട് ഇതും മേടിപ്പിച്ച് ഈ ഗ്ലാസ് ഇതെല്ലാം ഈ ഒരു ഹെഡ്ലൈറ്റ് മൊത്തം സെക്ഷനും മേടിച്ച് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഗ്രില്ല് ഞാൻ ഗ്രില്ല് വേണ്ടി മാത്രം അത്വേണം ഗ്രില്ല് മാത്രം മേടിച്ചിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്ന പുള്ളിക്കാരൻ ചെയ്തതല്ല ശരിയായെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്ക് കച്ചവടം പുള്ളിക്ക് ലാഭം കിട്ടാൻ വേണ്ടി ചെയ്തതെങ്കിലും എനിക്ക് ഭയങ്കര ഗുണമായി. കാരണം അവിടെ വരെ പോയതുകൊണ്ട് ഒറിജിനൽ എടുക്കാനും പറ്റി. ഞാൻ ഫ്യൂച്ചറിൽ ഇനി ഒറിജിനൽ എടുക്കണം. ഞാൻ ഒന്നും കൂടെ സ്പീഡോമീറ്റർ എടുത്താൽ 500 വന്നതെന്ന് പറഞ്ഞു. അല്ല 400 പുള്ളി പറഞ്ഞു വെച്ചെന്നെല്ലാം കൂടെ സ്പീഡോമീറ്ററോട് ചേർത്ത് 500 വന്നത്. അപ്പോൾ ഞാൻ വെച്ച് 100 രൂപ കൊടുത്താൽ ഒരു വണ്ടിയുടെ സ്പെയർ അല്ലേ, 500 രൂപയ്ക്ക് ഈ സാധനം മൊത്തം കിട്ടി. എല്ലാവർക്കും ഞെട്ടിപ്പോണം 500 രൂപ കിട്ടുക സംഭവം എല്ലാം ഞാൻ മേടിച്ചു. അങ്ങനെ ചാക്കി കെട്ടിക്കൊണ്ട് വന്നു. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവനെ അന്ന് രാത്രി തന്നെ ഞാൻ ഫിറ്റ് ചെയ്തു. ഈ ഹെഡ്ലൈറ്റ് തന്നെ ഫിറ്റ് ചെയ്യില്ല. കാരണം എനിക്ക് അന്ന് വലിയതായിട്ട് തോന്നില്ല. അത് അന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല കൈസ്, ഇതും തമ്മിലുള്ള അതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല എനിക്ക്. ഞാൻ അന്ന് ഇത് ഇച്ചിരി പഴയതല്ലേ, ഇത് മാത്രമല്ല ഇത് വേറെ കളർ വാങ്ങുന്നതിനകത്തല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടെ പുതിയത് ഒറിജിനലാണെങ്കിൽ അത് പഴയതാണല്ലോ. പഴയ വണ്ടി ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയിൽ പൊളിച്ചെടുത്തതാണല്ലോ. ഇത് ഒറിജിനലായിട്ട് പുതിയിറങ്ങി സ്പെയർ മേടിച്ചുകൊണ്ട് വന്നതാണല്ലോ. ഞാൻ ഇതായിരുന്നു ഫിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് അറിയാം, അടുത്ത സ്റ്റാർ സിറ്റി കുറേ ഷോർട്സും വീഡിയോ ഒക്കെ ഇതിനകത്ത് ഇട്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരു ദിവസം ഇതിൻ്റെ ഒരു സമയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ നിന്നാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. അഡ്ജസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ കാണുന്ന ഈ ഒരു അഡ്ജസ്റ്ററിനകത്ത് ഉണ്ടായിരുന്നു ഈ കാണുന്ന സ്ക്രൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒടിഞ്ഞു പോവുകയും ചെയ്തു. ബാക്കെല്ലാം ഒരു വട്ടം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലാൻ മനസ്സിലായി. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഈ ഗ്ലാസ് മാത്രം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി, ഇതിൻ്റെ ബാക്കി ഒടിഞ്ഞിരിപ്പുണ്ട് ഇവിടെ. ഈ ഗ്ലാസ് മാത്രം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പൊളിച്ചെടുത്തതാണ് സത്യം പറഞ്ഞാൽ. പൊളിച്ചെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ തട്ടി മൊത്തം പൊട്ടിപ്പോയത്. ഞാൻ പിന്നെ ഓടിച്ച് ദൂരെ കളഞ്ഞു. പക്ഷെ അതൊക്കെ വെച്ചും ഇത് ഉരുക്കാണ് സാധനം സത്യം പറഞ്ഞാൽ. അവസാനം ഞാനങ്ങനെ ഈ സാധനം ഇത് ദൂരെ കളഞ്ഞതിന് ശേഷം ഈ സംഭവത്തിൻ്റെ കൂട്ടത്തിൽ ഈ പഴയ, അതായത് പുതിയ വിൻഷീൽഡും അതിൻ്റെ ബാക്കിയുള്ള ഫ്രെയിം സെറ്റും കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഈ പഴയ സാധനം ഞാൻ ഫിറ്റ് ചെയ്യാനുള്ള കാരണം ഒന്നാമത്തെ ഞാൻ ചിന്തിച്ച് നമുക്ക് ഒറിജിനലാണ് വേണ്ട, കാണാൻ കൊള്ളുന്ന നമുക്ക് എന്താ പറയുക ലുക്കിലല്ല വർക്കിലെ കാര്യം നടത്തില്ല. അതുപോലെ ഈ സാധനത്തിൻ്റെ ലുക്ക് അല്ല, അല്ലെങ്കിൽ ഇത് കൊള്ളത്തിലാണ്, ഇതിന് ചുമ്മാ വേറെ ഇടിയും ബഹളോ അവസാനം ഇതെടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു കുഴപ്പമില്ല. ഈ ഒരു ഒറിജിനൽ സാധനം നടത്തുന്നത് അത് വെച്ചതിന് ശേഷം ഈ വണ്ടിക്ക് വെയിറ്റിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഇതാണ് സ്റ്റാർ സിറ്റിയിൽ എനിക്ക് ഹെഡ്ലൈറ്റ് സെക്ഷനിൽ ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ ചെറിയ കാര്യം. പിന്നെ തറയിൽ പോയൊരു സാധനം ഈ കിടക്കുന്ന ഇതിനെ കണ്ടോ, ഇതാണ് നമ്മുടെ പഴയ ആ ഒരു എയർ ഫിൽറ്ററിൻ്റെ പൈപ്പ്. അത് കുറച്ചും കൂടെ ക്വാളിറ്റി പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ റബ്ബർ. ഇവിടെയൊക്കെ ഞെക്കുമ്പം പ്ലിങ് എന്ന് പറഞ്ഞാൽ അകത്ത് കയറിപ്പോകും. അടൂര് വന്ന് ആദികാട്ട് കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത്, കായംകുളത്തിൽ പോകുന്ന റൂട്ടിലാണ് ആദികാട്ട് കുളങ്ങര സ്ഥലത്ത് വരിക. അവിടെ ഒന്നിൽ കിട്ടിയില്ലേ ഏതെങ്കിലും ഒരു കടയിൽ 1-2 കടയിലൊക്കെ സാധനം ഇഷ്ടം പോലെ കാണും. പോയി നിങ്ങളെ വണ്ടിയുടെ സാധനം എന്താണെന്ന് വെച്ചാൽ തപ്പി എടുത്തുകൊണ്ട് പോകുക. ആരും അറിയത്തില്ലേ വർഷോപ്പിൽ ചോദിച്ച് ഏതാ വേണ്ടതെന്ന് ചോദിച്ചെടുത്തിട്ട് ഒരു ദിവസം പോവുക. പിന്നെ പോകുമ്പോൾ മാക്സിമം സാധനം മേടിക്കുക. കാരണം എനിക്ക് ഈ വണ്ടി കുറച്ച് സാധനമൊക്കെ വേറെ വേണമായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഞാൻ ഈ ഫുഡ് ഡ്രസ്സ് 2ാമത് മാറിയ സാധനമാണ് ഈ ഒരു ഫുഡ് ഡ്രസ്സിൻ്റെ സെക്ഷൻ. സത്യം പറഞ്ഞ് തെക്കോട്ട് മുടക്കൂട്ടിരിക്കുകയാണ്. അതായത് പഴയ കണക്കല്ല, അതായത് അതിനുള്ള ഗ്യാപ്പ് കണ്ടോ, ഒരുമാതിരി ആർക്കും ഉണ്ടാക്കിയ സാധനം കണക്കിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സാധനം കണ്ടോ, അത് വേണം പൊങ്ങി മേലോട്ട് വന്നിട്ട് വേറെ സൈഡിലോട്ട് പൊങ്ങിയിരിക്കുക. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് രണ്ട് തെക്കോട്ട് മടക്കോട്ട് ഇരിക്കുന്ന ടൈപ്പ് സാധനമായി പോയി. എല്ലാം കൊണ്ട് ഒറ്റ കാര്യം പറയുള്ളൂ,
ബൈക്ക് നമ്മൾ എപ്പോൾ സാധനങ്ങൾ പൊട്ടയോ തട്ടയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്ന് നോക്കുക, അതിൻ്റെ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോവുക, നേരെ അടൂര് വണ്ടി എടുത്ത് വിടുക. ഈ ഇതുപോലെ ചാത്ത സാധനം എവിടെയും സ്പെയർ പാർട്സ് കടയിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനവും കിട്ടും. അത് മാത്രമല്ല നിങ്ങൾ ഇരട്ടി വിലയും കൊടുക്കണം. ഇതാണ് നിങ്ങൾക്ക് ഒറിജിനൽ സാധനം കിട്ടും, നിങ്ങൾക്ക് ഒറിജിനൽ സാധനം കിട്ടും, വില കുറവാണ്. വിലക്കുറവ് ഒറിജിനൽ സാധനം കിട്ടുക. എങ്ങനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി എനിക്ക്. ആ തനിയെ അതിന് ബോൾട്ട് 2 ഊരി വരും. 2 വാഷർ എടുത്തുകൊണ്ട് ഇട്ട് ആ സ്ലിപ്പ് ആയ സ്ഥലത്ത് ആ കറക്റ്റ് ഈ ബോൾട്ട് തട്ടി നിൽക്കുന്ന, അതായത് ബോൾട്ട് മുറുകി തീരുന്ന ആ സ്ഥലത്ത് സ്ലിപ്പായത്. അപ്പോൾ അവിടെ 2 വാഷറും കയറ്റിയിട്ട് ഞാൻ ഇത് 2 മുറുക്കി വെച്ചാൽ 2 ബോൾട്ട് ഇട്ടങ്ങ് മുറുക്കി. 2 വാഷർ കെട്ടിയിട്ട് ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ടിട്ട് മുറുക്കുക. അപ്പോൾ അത്രയും സ്ഥലത്ത് ചെന്നതുമില്ല, മുറുകി ഇരിപ്പം ചെയ്യുകൊണ്ട് ഈ സാധനം എന്താ ഉരുക്ക് കണക്കിരിക്കും, ചലിക്കത്തില്ല ഈ സാധനം. അപ്പോൾ കാശ് ഇതൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാം പറയാൻ പറ്റി വിശ്വസിക്കുന്നു. നമ്മുടെ അടിപൊളി ഒരു സൺ സെറ്റ് ആണ്. ഇവിടെ നിന്ന് കാണാക്കൂല. എന്നാൽ അത്യാവശ്യം ഈ മല ഇതില്ലായിരുന്നേ. ഈ റബ്ബർ ഇത്ര വളർന്നല്ലേ ആദ്യമായി സ്ഥലം പരിചയപ്പെട്ടപ്പോഴൊക്കെ.